NGTV നൈറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുഎഇയിൽ വീണ്ടും മഴ വരുന്നു. കാലാവസ്ഥാ മുന്നറിയിപ്പ്. 2025ഓടെ എല്ലാ കസ്റ്റമർ ഹാപ്പിനെസ് സർവീസ് സെന്ററുകളും സ്മാർട്ട് ആൻഡ് ഹൈബ്രിഡ് ആക്കി മാറ്റുമെന്ന് ദുബായ് RTA. 13 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സുരേഷ് കുമാറിന്റെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. യുഎഇയിൽ ഈ ആഴ്ച കൂടുതൽ മഴ പെയ്യും. രാജ്യം വേനൽക്കാലത്തേക്ക് മാറുന്നതിനാൽ യുഎഇ നിവാസികൾക്ക് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു. എന്നിരുന്നാലും മഴ രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ കേന്ദ്രീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഴയ്ക്കുള്ള സാധ്യത പ്രത്യേകിച്ച് മെയ് 5 ഞായറാഴ്ചയും തുടർന്ന് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും കൂടുതലാണ്. ഷാർജയിലും ദുബായിലും മഴയ്ക്ക് സാധ്യത കുറവാണ്. ദുബായിലെ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കസ്റ്റമേഴ്സ് ഹാപ്പിനെസ് കേന്ദ്രങ്ങളുടെ വികസന പദ്ധതിയുടെ 2ാം ഘട്ടം ആരംഭിച്ചു. ഇതനുസരിച്ച് 2025ഓടെ എല്ലാ കസ്റ്റമർ സർവീസ് സെന്ററുകളും സ്മാർട്ട് ആൻഡ് ഹൈബ്രിഡ് ആക്കി മാറ്റും. സെപ്റ്റംബറോടെ ഉമറുൽ അൽബർഷ കേന്ദ്രങ്ങളുടെ ഹൈബ്രിഡ് കേന്ദ്രങ്ങളാക്കി മാറ്റും. മനുഷ്യ ഇടപെടലില്ലാതെ സ്മാർട്ട് ഉപകരണങ്ങൾ വഴി ഉപഭോക്താക്കൾക്ക് ആക്സസ് ചെയ്യാവുന്ന ഇരട്ട സേവനങ്ങൾ ഇവിടെ ലഭിക്കും. കൂടാതെ സഹായം ആവശ്യമുള്ള എല്ലാ ഉപഭോക്തൃ വിഭാഗങ്ങൾക്കും ആവശ്യമായ പിന്തുണ നൽകുന്നതിന് സേവന ഉപദേഷ്ടാക്കൾ വീഡിയോ ആശയവിനിമയ ഓപ്ഷനുകളും ലഭ്യമാണ്. ദുബായിൽ മരിച്ച പ്രവാസി മലയാളി തൃശൂർ ഗുരുവായൂർ കാരക്കാട് വള്ളിക്കാട്ട് വളപ്പിൽ സുരേഷ് കുമാറിന്റെ മൃതദേഹം നാളെ തിങ്കളാഴ്ച രാവിലെ നാട്ടിലേക്ക് കൊണ്ടുപോകും. 13 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സൗദി ജർമ്മൻ ആശുപത്രിയിൽ നിന്നും മൃതദേഹം വിട്ടുകിട്ടിയത്. ആശുപത്രിയിൽ അടയ്ക്കേണ്ടിയിരുന്ന മുഴുവൻ തുകയും അധികൃതർ വേണ്ടെന്ന് വെച്ചതോടെയാണ് ഇത് സാധ്യമായത്. മൃതദേഹം നാളെ രാവിലെ 6 മണിക്ക് ഷാർജ കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് Xൽ കൊണ്ടുപോകും. ഇന്ന് വൈകുന്നേരം മൃതദേഹം ആശുപത്രിയിൽ നിന്നും മുഹൈസിനയിലെ മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററിലേക്ക് മാറ്റി. തുടർന്ന് വൈകിട്ട് എംബാമിംഗ് നടപടികൾ നടക്കും. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ യാത്രാ പ്രദർശന മേളയായ അറേബ്യൻ ട്രാവൽസ് മാർക്കറ്റിന് തിങ്കളാഴ്ച ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമാകും. മെയ് 9 വരെ നീണ്ടു നിൽക്കുന്ന മേളയുടെ 31ാമത് എഡിഷനിൽ 165 രാജ്യങ്ങളിലേറെ 2300ലേറെ പ്രദർശകരും പ്രതിനിധികളും അണിനിരക്കും. എംപവറിംഗ് ഇന്നോവേഷൻ ട്രാൻസ്ഫോമിംഗ് ട്രാവൽ ത്രൂ ഓൺട്രപ്രണർഷിപ്പ് എന്ന തീമിൽ ഒരുക്കുന്ന മേളയിൽ 41,000 സന്ദർശകരാണ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റാർട്ടപ്പുകൾ മുതൽ മുൻനിര ബ്രാൻഡുകൾ വരെ ലോകത്തിന്റെ യാത്രാ വ്യവസായ മേഖലയുടെ പരിച്ഛേദം തന്നെയാകും ഈ മേള. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.